മൈഫിൻ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ബ്രാൻഡ് സ്റ്റോറീസിന്റെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ ബ്രാൻഡ് സ്റ്റോറീസിൽ വ്യത്യസ്തങ്ങളായ എന്തൊക്കെ ബിസിനസ് വിശേഷങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. രഹസ്യ വിവരങ്ങൾ ചോർത്തിയെന്നാരോപിച്ച് ഓപ്പൺ എഐക്കും ജീവനക്കാർക്കുമെതിരെ ആപ്പിൾ നിയമ നടപടിക്ക് ഒരുങ്ങുന്ന വാർത്തയുടെ വിശദാംശങ്ങളുമായി ഗ്ലോബൽ ബിസിനസ് ന്യൂസ്. ഇന്ത്യൻ സോഫ്റ്റ്വെയർ വ്യവസായത്തെ ലോകഭൂപടത്തിലെത്തിച്ച NR നാരായണമൂർത്തിയുടെ ജീവിതയാത്രയുമായി ഫൗണ്ടർ ജേണി. ലോകമെമ്പാടും പ്രശസ്തമായ കൊക്കക്കോള തങ്ങളുടെ ഫാക്ടറിയിൽ എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് വിശദമായി മനസ്സിലാക്കാൻ ഇൻസൈഡ് ദ ഫാക്ടറി. ആദ്യമായി രഹസ്യ വിവരങ്ങൾ ചോർത്തിയെന്നാരോപിച്ച് ഓപ്പൺ എഐക്കും ജീവനക്കാർക്കുമെതിരെ ആപ്പിൾ നിയമ നടപടിക്ക് ഒരുങ്ങുന്ന വാർത്തയുടെ വിശദാംശങ്ങളുമായി ഗ്ലോബൽ ബിസിനസ് ന്യൂസ്. രഹസ്യ വിവരങ്ങൾ ചോർത്തിയെന്നാരോപിച്ച് ഓപ്പൺ എഐക്കും ജീവനക്കാർക്കുമെതിരെ ആപ്പിൾ നിയമ നടപടിക്ക് ഒരുങ്ങുന്നു. തങ്ങളുടെ മുൻ ജീവനക്കാരെ ജോലിക്കെടുത്തതിലൂടെ ഓപ്പൺ എഐ ആപ്പിളിന്റെ വിലപ്പെട്ട ആഭ്യന്തര വിവരങ്ങൾ കൈക്കലാക്കിയതായി കമ്പനി ആരോപിച്ചു. വെള്ളിയാഴ്ച ഫെഡറൽ കോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനിയായ ഓപ്പൺ എഐ അതിന്റെ 2 ജീവനക്കാർ കൂടാതെ IO പ്രോഡക്ട്സ് എന്നിവർക്കെതിരെയാണ് ആപ്പിൾ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. ആപ്പിളിന്റെ അതീവ രഹസ്യമായ ഉൽപ്പന്ന വികസന വിവരങ്ങളും അനുബന്ധ പ്രവൃത്തികളും ഇവർ ആസൂത്രിതമായി മോഷ്ടിച്ചതായാണ് കമ്പനി ആരോപിക്കുന്നത്. ആപ്പിളിൽ ദീർഘകാലം ജോലി ചെയ്യുകയും പിന്നീട് അവിടെ നിന്ന് രാജിവെച്ച് ഓപ്പൺ എഐയിൽ ചേരുകയും ചെയ്ത 2 ജീവനക്കാർ ആപ്പിളിന്റെ ആഭ്യന്തര വിവരങ്ങൾ സ്വന്തം വ്യക്തിഗത ഇമെയിലുകളിലേക്ക് അയച്ചുകൊണ്ട് ഈ കുറ്റകൃത്യത്തിൽ പങ്കാളികളായിട്ടുണ്ടെന്നാണ് ആരോപണം. എന്നാൽ മറ്റ് കമ്പനികളുടെ വ്യാപാര രഹസ്യങ്ങളിൽ തങ്ങൾക്ക് യാതൊരു താല്പര്യവുമില്ല എന്ന് ഓപ്പൺ എഐ വക്താവ് ഡ്രൂ പുസാറ്റേരി മാധ്യമങ്ങളോട് പറഞ്ഞു. ആപ്പിളിന്റെ പരാതി കമ്പനി പരിശോധിച്ച് വരികയാണെന്നും ലോകമെമ്പാടുമുള്ള ആളുകളെ ശാക്തീകരിക്കുന്ന നൂതന സാങ്കേതിക വിദ്യകൾ നിർമ്മിക്കുന്നതിലാണ് തങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ നിയമ നടപടിയെന്ന് ആപ്പിൾ വക്താവും മാധ്യമങ്ങളോട് വ്യക്തമാക്കി. പ്രശസ്തമായ AI ചാറ്റ്ബോട്ടായ ChatGPTയുടെ സ്രഷ്ടാക്കളായ ഓപ്പൺ എഐയും ആപ്പിളും തമ്മിലുള്ള ബന്ധത്തിലുണ്ടായ വലിയൊരു വിള്ളലിനെയാണ് ഈ കേസ് സൂചിപ്പിക്കുന്നത്. കൂടുതൽ AI ഫീച്ചറുകൾ ഉപയോക്താക്കൾക്ക് ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി ആപ്പിളിന്റെ സ്ഥാനമൊഴിയുന്ന CEO ടിം കുക്ക് ChatGPT ആപ്പിൾ ഉപകരണങ്ങളിൽ ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ ഈ വർഷം ആപ്പിൾ തങ്ങളുടെ ഭൂരിഭാഗം AI ഫീച്ചറുകളും ഗൂഗിളിന്റെ ജെമിനൈ മോഡലിലേക്കും ടൂളുകളിലേക്കും മാറ്റി. ഏപ്രിൽ മാസത്തിൽ ടിം കുക്ക് താൻ പദവി ഒഴിയുകയാണെന്ന് പ്രഖ്യാപിച്ചപ്പോൾ ഓപ്പൺ എഐയുടെ സഹസ്ഥാപകനും സിഇഒയുമായ സാം ആൾട്ട്മാൻ അദ്ദേഹത്തെ ഒരു ഇതിഹാസമെന്ന് പരസ്യമായി പ്രശംസിക്കുകയും അദ്ദേഹം ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും നന്ദി അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ആപ്പിളിന്റെ രഹസ്യ വിവരങ്ങൾ ചോർത്താൻ ഓപ്പൺ എഐ ആസൂത്രിതമായ തന്ത്രം മെനഞ്ഞതായാണ് ആപ്പിൾ തന്നെ കുറ്റപ്പെടുത്തുന്നത്. ഓപ്പൺ എഐക്ക് പുറമെ ആപ്പിളിലെ ദീർഘകാല എക്സിക്യൂട്ടീവായിരുന്ന ജോണി ഐവ് സ്ഥാപിച്ച IO പ്രോഡക്ട്സ് എന്ന ഡിസൈൻ സ്റ്റാർട്ടപ്പിനെതിരെയും ആപ്പിൾ കേസ് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷമാണ് ഓപ്പൺ എഐ ഈ കമ്പനിയെ സ്വന്തമാക്കിയത്. കൂടാതെ 8 വർഷം ആപ്പിളിൽ സീനിയർ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിരുന്ന ചാങ് ലിയു ഐഫോൺ, ആപ്പിൾ വാച്ച് എന്നിവയുടെ ഡിസൈൻ വൈസ് പ്രസിഡന്റായി 24 വർഷം സേവനമനുഷ്ഠിച്ച ടാങ് യു താൻ എന്നിവർക്കെതിരെയും കേസുണ്ട്. ടാൻ നിലവിൽ ഓപ്പൺ എഐയുടെ ചീഫ് ഹാർഡ്വെയർ ഓഫീസറാണ്. ഈ മുൻ ജീവനക്കാർ വഴി ആപ്പിളിന്റെ രഹസ്യ പ്രോജക്റ്റുകൾ, വിശ്വസ്തരായ പങ്കാളികളുമായുള്ള ബന്ധം, കുത്തക നിർമ്മാണ രീതികൾ, പുറത്തിറങ്ങാത്ത ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിലേക്ക് പ്രവേശനം നേടുകയും അതിലൂടെ ആപ്പിളിന്റെ ഭാവി പദ്ധതികളുടെയും പ്രവർത്തനങ്ങളുടെയും വിശദാംശങ്ങൾ ഓപ്പൺ എഐ ചോർത്തിയതായും ആപ്പിൾ അവകാശപ്പെടുന്നു. നിലവിലെ ആപ്പിൾ ജീവനക്കാരെ ഓപ്പൺ എഐ ജോലി അഭിമുഖങ്ങൾക്കായി വിളിക്കുമ്പോൾ അവരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ചോർത്താൻ ശ്രമിക്കുന്നതായും ആപ്പിൾ കൂട്ടിച്ചേർത്തു. അഭിമുഖത്തിനിടയിൽ കാണിച്ച് ബോധ്യപ്പെടുത്തുന്നതിനായി ആപ്പിളിന്റെ യഥാർത്ഥ പാർട്സുകൾ കൊണ്ടുവരാൻ ഓപ്പൺ എഐയിലെ ഇന്റർവ്യൂവർമാർ ഉദ്യോഗാർത്ഥികളോട് ആവശ്യപ്പെടുന്നതായും പറയപ്പെടുന്നു. കൺസ്യൂമർ ഹാർഡ്വെയർ രംഗത്തേക്ക് കടക്കാനുള്ള ഓപ്പൺ എഐയുടെ ശ്രമങ്ങളെ സഹായിക്കുന്നതിനായി പ്രതികൾ എല്ലാവരും ഒത്തുകളിക്കുകയും ആപ്പിളിന്റെ രഹസ്യ വിവരങ്ങൾ ചൂഷണം ചെയ്യുകയും ചെയ്തതായി ആപ്പിൾ കുറ്റപ്പെടുത്തി. ഓപ്പൺ എഐ തങ്ങളുടെ ആദ്യ ഹാർഡ്വെയർ ഉൽപ്പന്നമായ AI ടൂളുകൾക്കൊപ്പം ഉപയോഗിക്കാവുന്ന ഒരു തരം കീബോർഡ് ഈ മാസം പുറത്തിറക്കാനിരിക്കുകയാണ്. കൂടാതെ ഇതൊരു പബ്ലിക് ലിസ്റ്റഡ് കമ്പനിയാക്കാനും അവർ പദ്ധതിയിടുന്നുണ്ട്.
ഓപ്പൺ എയുടെ ഈ തെറ്റായ നടപടികൾക്ക് നേതൃത്വത്തിന്റെ പിന്തുണയുണ്ടെന്നും അതിനാൽ അവരുടെ പുതിയ ഹാർഡ്വെയർ ബിസിനസ് അടിത്തറയില്ലാതെയാണ് നിൽക്കുന്നതെന്നും നിയമവിരുദ്ധമായി മോഷ്ടിച്ച വ്യാപാര രഹസ്യങ്ങളെ ആശ്രയിച്ചതിനാൽ കമ്പനിയുടെ അവസ്ഥ പരിതാപകരമാണെന്നും ആപ്പിൾ ഹർജിയിൽ പറഞ്ഞു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഈ ആശങ്കകൾ ഓപ്പൺ എയുമായി ചർച്ച ചെയ്യാൻ ശ്രമിച്ചിരുന്നെങ്കിലും അവർ അത് അവഗണിക്കുകയാണ് ഉണ്ടായതെന്നും ആപ്പിൾ വ്യക്തമാക്കി. തങ്ങളുടെ രഹസ്യ വിവരങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് ഓപ്പൺ എയെ ഉടനടി വിലക്കണമെന്നും തങ്ങൾക്ക് സംഭവിച്ച നഷ്ടത്തിന് മതിയായ നഷ്ടപരിഹാരം നൽകണമെന്നും ആപ്പിൾ കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. അടുത്തതായി ഇന്ത്യൻ സോഫ്റ്റ്വെയർ വ്യവസായത്തെ ലോക ഭൂപടത്തിലെത്തിച്ച NR നാരായണമൂർത്തിയുടെ ജീവിതയാത്രയുമായി ഫൗണ്ടർ ജേർണി. ഏതൊരു മികച്ച കമ്പനിയും ആരംഭിക്കുന്നത് ഒരു ആശയത്തിൽ നിന്നാണ്. എന്നാൽ ഓരോ മികച്ച ആശയത്തിനു പിന്നിലും ചരിത്രത്തെ മാറ്റിമറിക്കാൻ പോന്ന ദൃഢനിശ്ചയമുള്ള ഒരു വ്യക്തി ഉണ്ടാകും. ബ്രാൻഡ് സ്റ്റോറീസിന്റെ ഫൗണ്ടർ ജേണിയിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നതും അത്തരമൊരു വ്യക്തിയെയാണ്. ഇന്ത്യയെ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന ഒരു രാജ്യത്തിൽ നിന്നും ആഗോള സോഫ്റ്റ്വെയർ രംഗത്തെ ഒരു വൻ ശക്തിയായി മാറ്റിയ ഒരു മനുഷ്യന്റെ പ്രചോദനാത്മകമായ കഥ നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. അദ്ദേഹത്തിന് പാരമ്പര്യമായി വലിയ സമ്പത്തൊന്നും ലഭിച്ചിരുന്നില്ല. തന്റെ സാമ്രാജ്യം അദ്ദേഹം ഒറ്റ രാത്രി കൊണ്ട് കെട്ടിപ്പടുത്തതുമല്ല. വെറും 10,000 രൂപയിലാണ് നാരായണമൂർത്തി തന്റെ സംരംഭക യാത്ര തുടങ്ങിയത്. അതും തന്റെ ഭാര്യയിൽ നിന്ന് കടം വാങ്ങിയ പണമായിരുന്നു എന്നതാണ് കൗതുകകരം. ഇത് ഇൻഫോസിസിന്റെ സഹസ്ഥാപകനായ NR നാരായണമൂർത്തിയുടെ ശ്രദ്ധേയമായ ജീവിതയാത്രയാണ്. ഒരിക്കൽ കൂടി മൈഫിൻ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ബ്രാൻഡ് സ്റ്റോറീസിന്റെ ഫൗണ്ടർ ജേണിയിലേക്ക് സ്വാഗതം. 1940കളിൽ എന്തിന് സ്വാതന്ത്ര്യത്തിന് ശേഷം പോലും ഇന്ത്യ എന്ന മഹാരാജ്യം സ്വന്തം വ്യക്തിത്വം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു ദരിദ്ര രാജ്യമായിരുന്നു. വ്യവസായങ്ങൾ ശൈശവഘട്ടത്തിലായിരുന്നു. സാങ്കേതിക വിദ്യകൾ പ്രായോഗികമായി നിലവിലുണ്ടായിരുന്നുമില്ല. കൂടാതെ സംരംഭകത്വം എന്നത് അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞതുമായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് 1946 ഓഗസ്റ്റ് 20 കർണാടകയിലെ ഒരു ചെറിയ പട്ടണമായ സിഡ്ലഘട്ടയിൽ നാഗവാര രാമറാവു നാരായണമൂർത്തി ജനിക്കുന്നത്. അദ്ദേഹം ജനിച്ചത് കന്നഡ സംസാരിക്കുന്ന ഒരു ഇടത്തരം കുടുംബത്തിലായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് ഒരു ഹൈസ്കൂൾ ഗണിതശാസ്ത്ര അധ്യാപകനായിരുന്നു. വിജയത്തിലേക്കുള്ള ഒരേയൊരു വഴി വിദ്യാഭ്യാസം മാത്രമാണെന്ന് ആ കുടുംബം വിശ്വസിച്ചു. അവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികം എന്നത് ഏറെ പരിമിതമായിരുന്നു. എന്നാൽ പുസ്തകങ്ങൾക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ചെറുപ്രായം മുതൽക്കേ മൂർത്തിക്ക് ഗണിതശാസ്ത്രത്തോടും യുക്തിചിന്തയോടും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനോടും അസാധാരണമായൊരു താല്പര്യമുണ്ടായിരുന്നു. മറ്റു കുട്ടികൾ പുറത്തുപോയി കളിക്കുമ്പോൾ അദ്ദേഹം മണിക്കൂറുകളോളം ഗണിതശാസ്ത്ര പസിലുകൾ പരിഹരിക്കാനും വായനയിലും ഏർപ്പെട്ടിരുന്നു. അറിവ് എന്നത് ആർക്കും തട്ടിയെടുക്കാൻ കഴിയാത്ത ഒരേയൊരു സമ്പത്താണെന്ന് തന്റെ പിതാവ് അദ്ദേഹത്തെ എപ്പോഴും ഓർമ്മിപ്പിച്ചു പോന്നു. പിതാവിന്റെ വാക്കുകൾ മൂർത്തിയുടെ ജീവിതത്തിന്റെ അടിത്തറയായി മാറി. മൂർത്തി തന്റെ സ്കൂൾ കാലഘട്ടത്തിലുടനീളം പഠനത്തിൽ മികവ് പുലർത്തി. പ്രശസ്തമായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ പഠിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ സ്വപ്നം. അതികഠിനമായി പരിശ്രമിക്കുകയും തുടർന്ന് IIT പ്രവേശന പരീക്ഷ അദ്ദേഹം പാസ്സാവുകയും ചെയ്തു. എങ്കിലും ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങൾ സ്വപ്നങ്ങളെക്കാൾ കഠിനമായിരുന്നു. കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി കാരണം IITയിലെ വിദ്യാഭ്യാസം നാരായണമൂർത്തിക്ക് താങ്ങാൻ കഴിയുമായിരുന്നില്ല. പല വിദ്യാർത്ഥികൾക്കും ചിലപ്പോൾ ഇത്തരമൊരു സാഹചര്യം ഒരു സ്വപ്നത്തിന്റെ അവസാനമാകുമായിരുന്നു. എന്നാൽ വിജയം സാഹചര്യങ്ങളെക്കാൾ ദൃഢനിശ്ചയത്തെയാണ് ആശ്രയിച്ചിരിക്കുന്നതെന്ന് നാരായണമൂർത്തി വിശ്വസിച്ചു. വിദ്യാഭ്യാസത്തിൽ നിന്നും പിന്മാറുന്നതിന് പകരം അദ്ദേഹം മൈസൂരുവിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗിൽ ചേർന്നു. അവിടെ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബാച്ചിലേഴ്സ് ബിരുദം നേടി. അദ്ദേഹത്തിന്റെ പ്രതിഭ പെട്ടെന്ന് തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാൺപൂരിൽ പ്രവേശനം നേടിക്കൊടുത്തു. അവിടെ അദ്ദേഹം മാസ്റ്റേഴ്സ് ബിരുദം ചെയ്തു. IIT കാൺപൂർ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു വലിയ വഴിത്തിരിവായി മാറി. ആദ്യമായി മൂർത്തിക്ക് അത്യാധുനിക കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കാൻ അവസരം ലഭിച്ചു. 1960കളുടെ അവസാനത്തിൽ ഇന്ത്യയിൽ കമ്പ്യൂട്ടറുകൾ വളരെ അപൂർവമായിരുന്നു. പലരും അത് കണ്ടിട്ടുപോലും ഉണ്ടായിരുന്നില്ല.
മറ്റുള്ളവർ കമ്പ്യൂട്ടറുകളെ സങ്കീർണമായ യന്ത്രങ്ങളായി കണ്ടപ്പോൾ മൂർത്തി കണ്ടത് മറ്റൊന്നായിരുന്നു. അദ്ദേഹം അതിൽ തന്റെയും രാജ്യത്തിന്റെയും ഭാവി തന്നെ കണ്ടു. പ്രോഗ്രാമിംഗ് ഭാഷകൾ, ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ, കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ എന്നിവ പഠിക്കാൻ അദ്ദേഹം എണ്ണമറ്റ മണിക്കൂറുകൾ ചെലവഴിച്ചു. സാങ്കേതിക വിദ്യയോടുള്ള അദ്ദേഹത്തിന്റെ ഈ താല്പര്യം ഭാവിയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സാങ്കേതിക കമ്പനികളിലൊന്ന് സൃഷ്ടിക്കാൻ പോവുകയാണെന്ന് അന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നില്ല. വിദ്യാഭ്യാസം നാരായണമൂർത്തിക്ക് സാങ്കേതികമായ അറിവ് നൽകി. എന്നാൽ ജീവിതം അദ്ദേഹത്തെ അതിലും മൂല്യവത്തായ മറ്റൊന്ന് പഠിപ്പിക്കാൻ പോവുകയായിരുന്നു. ആ പഠനത്തിന്റെ പേരായിരുന്നു ലീഡർഷിപ്പ് അഥവാ നേതൃപാഠവം. പഠനം പൂർത്തിയാക്കിയ ശേഷം നാരായണമൂർത്തി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അഹമ്മദാബാദിൽ ചീഫ് സിസ്റ്റംസ് പ്രോഗ്രാമറായി ചേർന്നു. അവിടെ പ്രശസ്ത കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞൻ പ്രൊഫസർ ജെ കൃഷ്ണയ്യയുടെ കീഴിലാണ് അദ്ദേഹം ജോലി ചെയ്തത്. ഇന്ത്യയിലെ ആദ്യകാല ടൈം ഷെയറിംഗ് കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളിലൊന്ന് വികസിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ ചുമതലകളിൽ ഉൾപ്പെട്ടിരുന്നു. ആ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ അത്യാധുനികമായ ജോലിയായിരുന്നു. മൂർത്തി വെറുതെ സോഫ്റ്റ്വെയർ എഴുതുക മാത്രമായിരുന്നില്ല ചെയ്തത്. അദ്ദേഹം ഇന്ത്യയുടെ ആദ്യകാല കമ്പ്യൂട്ടിംഗ് വ്യവസ്ഥിതി കെട്ടിപ്പടുക്കാൻ സഹായിക്കുകയായിരുന്നു. ഈ അനുഭവം അദ്ദേഹത്തിന്റെ സാങ്കേതിക വൈദഗ്ധ്യവും ആത്മവിശ്വാസവും വർദ്ധിപ്പിച്ചു. ഇന്ത്യയിൽ അസാധാരണ എഞ്ചിനീയറിംഗ് കഴിവുകളുണ്ടെന്ന് ഇത് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. രാജ്യത്തിന് കുറവുണ്ടായിരുന്നത് ബുദ്ധിയായിരുന്നില്ല, മറിച്ച് അവസരങ്ങളായിരുന്നു എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. 1970കളുടെ തുടക്കത്തിൽ മൂർത്തി യൂറോപ്പിൽ ജോലി ചെയ്യാനായി ഇന്ത്യ വിട്ടു. പാരീസിലെ സെസ എന്ന കമ്പനിയിലാണ് അദ്ദേഹം ചേർന്നത്. ഫ്രാൻസിലെ ജീവിതം അദ്ദേഹത്തിന് അത്യാധുനിക സാങ്കേതിക വിദ്യയെയും അന്താരാഷ്ട്ര ബിസിനസ് രീതികളെയും തികച്ചും വ്യത്യസ്തമായൊരു സമൂഹത്തെയും പരിചയപ്പെടുത്തി. പാശ്ചാത്യ വ്യവസായങ്ങളുടെ കാര്യക്ഷമതയെ അദ്ദേഹം ഏറെ അഭിനന്ദിച്ചു. അതേസമയം തന്നെ അദ്ദേഹം ഇന്ത്യയുമായി മാനസികമായി അടുത്തു തന്നെ നിന്നു. തുടക്കത്തിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ ശക്തമായി വിശ്വസിച്ചിരുന്ന വ്യക്തിയായിരുന്നു മൂർത്തി. സമത്വത്തെയും ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലുള്ള സാമ്പത്തിക വികസനത്തെയും അദ്ദേഹം അനുകൂലിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ യാത്രയ്ക്കിടയിലുണ്ടായ ഒരു ഒറ്റപ്പെട്ട സംഭവം അദ്ദേഹത്തിന്റെ ഈ ദർശനത്തെ എന്നേക്കുമായി തന്നെ മാറ്റിമറിച്ചു. ട്രെയിനിൽ കിഴക്കൻ യൂറോപ്പിലൂടെ യാത്ര ചെയ്യുമ്പോൾ യൂഗോസ്ലാവ് ബൾഗേറിയൻ അതിർത്തിക്കടുത്ത് വെച്ച് അധികാരികൾ മൂർത്തിയെ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ തടങ്കലിൽ വെച്ചു. കൃത്യമായ ഭക്ഷണമോ വിശദീകരണമോ നിയമപരമായ പിന്തുണയോ ഇല്ലാതെ ഏകദേശം 3 ദിവസത്തോളം അദ്ദേഹം അവരുടെ കസ്റ്റഡിയിൽ കഴിഞ്ഞു. ഈ അനുഭവം അദ്ദേഹത്തെ ആഴത്തിൽ സ്വാധീനിച്ചു. ഭരണകൂടത്തിന്റെ അമിതമായ നിയന്ത്രണങ്ങൾ വ്യക്തി സ്വാതന്ത്ര്യത്തെയും അവസരങ്ങളെയും പരിമിതപ്പെടുത്തുമെന്ന് അദ്ദേഹം പിന്നീട് ഓർത്തെടുത്തു. ഈ സംഭവം അദ്ദേഹത്തിന്റെ ലോകവീക്ഷണത്തെ പോലും മാറ്റിമറിച്ചു. സർക്കാർ നിയന്ത്രണങ്ങൾ കൊണ്ട് മാത്രം ദാരിദ്ര്യം കുറയ്ക്കുന്നതിനേക്കാൾ മൂല്യാധിഷ്ഠിതമായ സംരംഭകത്വത്തിലൂടെയുള്ള സമ്പദ് സൃഷ്ടിക്ക് സാധിക്കുമെന്ന് മൂർത്തി വിശ്വസിക്കാൻ തുടങ്ങി. അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ നിമിഷങ്ങളിലൊന്നായി മാറി. വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം സ്വയം ഒരു കമ്പാഷനേറ്റ് ക്യാപിറ്റലിസ്റ്റ് എന്ന് വിശേഷിപ്പിച്ചു. ബിസിനസ്സുകൾ സമ്പത്ത് സൃഷ്ടിക്കുമ്പോൾ തന്നെ സമഗ്രതയോടെ സമൂഹത്തെ സേവിക്കണമെന്ന് വിശ്വസിച്ച ഒരാളായിരുന്നു നാരായണമൂർത്തി. ഫൗണ്ടർ ജേണിയുടെ ഇന്നത്തെ അധ്യായം ഏവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ബിസിനസ് ലോകത്തെ മറ്റൊരു പ്രമുഖ വ്യക്തിത്വത്തിന്റെ ജീവിത കഥയുമായി ഫൗണ്ടർ ജേണിയുടെ പുതിയ അധ്യായത്തിൽ വീണ്ടും കാണാം. അവസാനമായി, ലോകമെമ്പാടും പ്രശസ്തമായ കൊക്കക്കോള തങ്ങളുടെ ഫാക്ടറിയിൽ നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് വിശദമായി മനസ്സിലാക്കാൻ ഇൻസൈഡ് ദ ഫാക്ടറി. ലോകപ്രശസ്ത ഡ്രിങ്കായ കൊക്കക്കോളയുടെ വിവിധ നിർമ്മാണ ഘട്ടങ്ങളാണ് ഇൻസൈഡ് ദ ഫാക്ടറിയിൽ നമ്മൾ അറിയാൻ പോകുന്നത്. മൈഫിൻ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ബ്രാൻഡ് സ്റ്റോറീസിന്റെ ഇൻസൈഡ് ദ ഫാക്ടറിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ലോകമെമ്പാടുമുള്ള 1.9 ബില്യണിലധികം ആളുകൾ ദിവസവും കുടിക്കുന്ന ഒരു ആഗോള ബ്രാൻഡാണ് കൊക്കക്കോള. 1886 അറ്റ്ലാന്റയിലെ ഫാർമസിസ്റ്റായ ജോൺ പെമ്പട്ടൺ ഒരു തലവേദനയ്ക്കുള്ള മരുന്നായിട്ടാണ് ഇത് ആദ്യമായി വികസിപ്പിച്ചെടുത്തത്. പിന്നീട് 1888 അദ്ദേഹം ഈ രഹസ്യക്കൂട്ട് വെറും $2300 ആസാം കാൻഡ്ലർ എന്ന ബിസിനസ്സുകാരന് വിറ്റു. ഇന്ന് ഈ ഫോർമുല ലോകത്തിലെ ഏറ്റവും വലിയ വ്യാപാര രഹസ്യങ്ങളിൽ ഒന്നാണ്. കമ്പനിയിലെ 2 പേർക്ക് മാത്രമേ ഇത് കൃത്യമായി അറിയൂ. അറ്റ്ലാന്റയിലെ വേൾഡ് ഓഫ് കൊക്കക്കോള മ്യൂസിയത്തിലെ അതീവ സുരക്ഷയുള്ള ഒരു വോൾട്ടിലാണ് ഈ രഹസ്യക്കൂട്ട് സൂക്ഷിച്ചിരിക്കുന്നത്. കൊക്കക്കോളയുടെ 90% വെള്ളമാണ്. ഫാക്ടറിയിലെ സ്വന്തം കിണറുകളിൽ നിന്നാണ് ഇതിനാവശ്യമായ വെള്ളം എടുക്കുന്നത്. ഈ വെള്ളം പൂർണ്ണമായും അണുവിമുക്തമാക്കിയ ശേഷം
നാനോ ഫിൽട്രേഷൻ പ്രക്രിയയിലൂടെ കടത്തിവിട്ട് 100% ശുദ്ധിയുള്ളതാക്കുന്നു. ഇത് എല്ലാ കൊക്കക്കോള കുപ്പികൾക്കും ഒരേ രുചി ഉറപ്പാക്കാൻ സഹായിക്കുന്നു. ഫാക്ടറിയിലെത്തുന്ന കൊക്കക്കോളയുടെ രഹസ്യ സിറപ്പ് വലിയ പ്ലാസ്റ്റിക് പാത്രങ്ങളിലാണ് വരുന്നത്. ഇത് വലിയ മിക്സിംഗ് യൂണിറ്റിൽ വെള്ളവുമായി കൃത്യമായ അളവിൽ കലർത്തുന്നു. ഉൽപ്പന്നത്തിനനുസരിച്ച് ഇതിലേക്ക് മധുരവും ചേർക്കുന്നു. സാധാരണ കൊക്കക്കോളയ്ക്ക് ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പും ഡയറ്റ് കോക്കിനും കോക്ക് സിറോയ്ക്കും അസ്പാർട്ടേമുമാണ് ഉപയോഗിക്കുന്നത്. ഈ മിശ്രിതം പൈപ്പുകൾ വഴി മറ്റൊരു റൂമിലെ ടാങ്കുകളിലേക്കും മാറ്റുന്നു. തുടർന്ന് വോട്ടേറ്റർ എന്ന മെഷീൻ വഴി ഇതിലേക്ക് കാർബൺ ഡയോക്സൈഡ് വാതകം കടത്തിവിട്ട് കാർബണൈസേഷൻ നടത്തുന്നു. ഇതാണ് കൊക്കക്കോളയ്ക്ക് ആ ഫിസി സ്വഭാവം നൽകുന്നത്. പുതിയ കുപ്പികൾ ഫാക്ടറിയിലെത്തിയാൽ ആദ്യം അവയെ തലകീഴായി തിരിച്ച് ഫിൽട്ടർ ചെയ്ത് വെള്ളം ഉപയോഗിച്ച് നന്നായി കഴുകി വൃത്തിയാക്കുന്നു. കോക്ക് നിറയ്ക്കുന്നതിന് മുമ്പ് തന്നെ കുപ്പികളിൽ ലേബൽ ഒട്ടിക്കും. ഹോട്ട് മെൽറ്റ് മോഡുലാർ ലേബലിംഗ് മെഷീൻ വളരെ വേഗത്തിലും കൃത്യതയോടും കൂടി കൊക്കക്കോളയുടെ ഐക്കോണിക് ചുവപ്പും വെള്ളയും ലേബൽ ഒട്ടിക്കുന്നു. അതിനുശേഷം ഹൈടെക് ഇൻസ്പെക്ഷൻ മെഷീനുകൾ കുപ്പികളിൽ എന്തെങ്കിലും വിള്ളലുകളോ കേടുപാടുകളോ ഉണ്ടോ എന്ന് പരിശോധിച്ച് തകരാറുള്ളവയെ ലൈനിൽ നിന്നും മാറ്റുകയും ചെയ്യുന്നു. 41 മുതൽ 43 ഡിഗ്രി ഫാരൻഹീറ്റ് വരെയുള്ള കൃത്യമായ തണുപ്പിലാണ് ഈ മിശ്രിതം കുപ്പികളിലേക്ക് നിറയ്ക്കുന്നത്. തണുപ്പ് കൃത്യമാണെങ്കിൽ മാത്രമേ പതഞ്ഞു പോകാതെ കൃത്യമായ അളവിൽ കോക്ക് നിറയ്ക്കാൻ സാധിക്കൂ. കുപ്പികളിൽ കോക്ക് നിറഞ്ഞയുടൻ കംപ്രസ്ഡ് എയർ സഹായത്തോടെ അടപ്പുകൾ വേഗത്തിൽ വന്ന് കുപ്പികളുടെ മുകളിൽ മുറുകെ അടയ്ക്കപ്പെടുന്നു. ഗ്ലാസ് കുപ്പികളിലാണെങ്കിൽ ക്രൗൺ ക്യാപ്പിംഗ് മെഷീൻ ഉപയോഗിച്ച് അലുമിനിയം മൂടികൾ മുറുക്കുകയും ചെയ്യുന്നു. പിന്നീട് ഈ കുപ്പികളെ ഒരു വാമർ വഴി കടത്തിവിട്ട് സാധാരണ താപനിലയിലേക്ക് എത്തിക്കുന്നു. ഇത് പാക്കേജിംഗ് സമയത്ത് കുപ്പികൾക്ക് പുറത്ത് വെള്ളം തങ്ങി നിൽക്കുന്ന ഒഴിവാക്കാനും സഹായിക്കുകയും ചെയ്യുന്നു. കുപ്പികൾക്ക് സമാനമായ പ്രക്രിയ തന്നെയാണ് അലുമിനിയം ക്യാനുകളിലും നടക്കുന്നത്. ആദ്യം ക്യാനുകൾ നന്നായി കഴുകി വൃത്തിയാക്കുന്നു. പിന്നീട് മിശ്രിതം കൃത്യമായ അളവിൽ നിറച്ച ശേഷം ക്യാൻ സീമർ മെഷീൻ വഴി അടപ്പുകൾ മുറുകെ സീൽ ചെയ്യുന്നു. അതിനുശേഷം ഹൈസ്പീഡ് ക്യാമറകളും സെൻസറുകളും ഉപയോഗിച്ച് ക്യാനുകളിൽ ലീക്കേജോ മറ്റു തകരാറുകളോ ഉണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യുന്നു. തയ്യാറായ കുപ്പികളും ക്യാനുകളും ട്രാൻസിറ്റ് സമയത്ത് കേടുപാടുകൾ വരാതിരിക്കാൻ കാർഡ്ബോർഡ് ബോക്സുകളിൽ കൃത്യമായി അടുക്കുന്നു. തുടർന്ന് ഷ്രിങ്ക് റാപ്പിംഗ് പ്രക്രിയയിലൂടെ പ്ലാസ്റ്റിക് ഫിലിം ഉപയോഗിച്ച് ഇവയെ മുറുകെ പൊതിയുന്നു. റോബോട്ടുകളാണ് ഈ ബോക്സുകളെ വലിയ പാലറ്റുകളിൽ കൃത്യമായ ബാലൻസോടെ അടുക്കി വയ്ക്കുന്നത്. ഒടുവിൽ ഈ പാലറ്റുകൾ വലിയ ട്രക്കുകളിലേക്ക് ലോഡ് ചെയ്ത് വിവിധ വിതരണ കേന്ദ്രങ്ങളിലേക്കും കടകളിലേക്കും എത്തിക്കുന്നു. ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണുന്നതിനോ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനോ മുൻപ് സംരംഭകർ ചെയ്യുന്നത് പോലെ നിലവിൽ നിങ്ങളുടെ പക്കൽ അനുകൂലമായി എന്തെല്ലാം ഉണ്ടെന്ന് വ്യക്തമായി തിരിച്ചറിയേണ്ടതുണ്ട് എന്നാണ് ലിങ്ക്ഡിന്റെ സഹസ്ഥാപകനായ റേഡ് ഓഫ്മാൻ ഒരിക്കൽ പറഞ്ഞിരിക്കുന്നത്. ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണുന്ന, പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്ന, അതിനായി കഠിനമായി പ്രയത്നിക്കുന്ന മൈഫിൻ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു വാരം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ബ്രാൻഡ് സ്റ്റോറീസ് ഇവിടെ അവസാനിക്കുകയാണ്. ബിസിനസ് ലോകത്തെ പുത്തൻ വാർത്തകളും വിശേഷങ്ങളും കോർത്തിളക്കിക്കൊണ്ടുള്ള ബ്രാൻഡ് സ്റ്റോറീസിന്റെ പുതിയൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ ടിവി ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.